ഹലോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ വേനൽ ചൂടിന് ശരീരവും മനസ്സൊക്കെ തണുപ്പിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് ഈ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാനിത് 2 ചെറിയ ചെറുനാരങ്ങ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ കഷ്ണം ഇഞ്ചി ഞാനിതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം പച്ചമുളകും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അതിന് നമുക്ക് ബ്ലെൻഡറിലേക്ക് ചെറുനാരങ്ങയുടെ ജ്യൂസ് മാത്രമായിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറുനാരങ്ങയുടെ ജ്യൂസ് മാത്രം ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എടുത്ത് വെച്ചിരുന്ന ഇഞ്ചിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 പേർക്ക് കുടിക്കാൻ പാകത്തിനുള്ള ജ്യൂസാണ് ഇവിടെ റെഡിയാക്കുന്നത്. അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ ഷുഗറും കൂടെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് നമുക്കിത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി ഇച്ചിരി വെള്ളം കൂടെ ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇതാ ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് ഞാൻ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ തുരുവിയ തേങ്ങയാണ് കേട്ടോ. ഇത് നന്നായിട്ട് ചിരവിയ തേങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് തേങ്ങയും ചേർത്ത് നമ്മുടെ ലെമൺ ജ്യൂസ് ഞാനിവിടെ നന്നായിട്ട് ഇത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇച്ചിരിയും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇതാ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ലെമൺ ജ്യൂസ് നല്ല വെറൈറ്റിയായും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ലെമൺ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അരിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഈ വേനൽ ചൂടിനും അതുപോലെ തന്നെ നോമ്പൊക്കെ അടുത്ത് തുടങ്ങി, നോമ്പിനും ശരീരവും മനസ്സൊക്കെ തണുപ്പിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്ക് തന്നെയായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കുക. ഒത്തിരി ഇഷ്ടമാകട്ടെ എല്ലാവർക്കും. അത്ര നല്ല ടേസ്റ്റായിരുന്നു, വെറൈറ്റി ആയിരുന്നു കുടിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.